പണ്ടൊക്കെ ചങ്ങനാശ്ശേരി ഇപ്പൊ കൊച്ചി വരെ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ബസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് എത്താം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പത്തില് ഒരു ബസ് ജേർണി ചങ്ങനാശ്ശേരി ടു കൊച്ചി എങ്ങനെയായിരുന്നു? ഇപ്പോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിൽ കയറി എറണാകുളം ഇറങ്ങണം. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയോ മട്ടാഞ്ചേരിയോ ബസ്സിൽ കയറിയാൽ കൊച്ചിയിലെത്തുള്ളൂ. അല്ലെങ്കിൽ എറണാകുളം ബോട്ടിയെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറി മട്ടാഞ്ചേരി ജെട്ടിയിലിറങ്ങും. പക്ഷെ യാത്ര ഒക്കെ വളരെ ക്ലേശമായിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് നടക്കത്തുള്ളൂ. രാവിലെ വെളുപ്പിനെ വിട്ട് കഴിഞ്ഞാൽ കൊച്ചിയിൽ ചെന്ന് മട്ടാഞ്ചേരി ചെന്ന് സാധനമൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് 2 മണിയാവും. പിന്നെ അവിടുന്ന് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ രാത്രി 8 മണിയാവും. അങ്ങനെ യാത്രാ സൗകര്യങ്ങൾ വളരെ വിരളമായിരുന്നു. പിന്നെ കൊച്ചിയിലേക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബോട്ടില്ല, ആലപ്പുഴയ്ക്കേ ഉള്ളൂ. പിന്നെ ബോട്ടിൽ പോകാന്ന് വെച്ചാൽ കൊച്ചി ഉൾപ്പങ്കാലത്ത് ബോട്ടിൽ കയറിയാൽ രാത്രിയാകുമ്പോൾ കൊച്ചി നമ്മൾ എത്തത്തില്ല. അങ്ങനെയുള്ള കാലങ്ങളായിരുന്നു. അപ്പൊ ബോട്ട് എത്ര സമയം എടുക്കുമായിരുന്നു? ബോട്ട് ഒരു ചങ്ങനാശ്ശേരി ആലപ്പുഴ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും. പിന്നെ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ 3 കടത്ത് കടക്കണം. പാലമില്ല. കിടങ്ങറ, പിന്നെ നെടുമുടി, പള്ളാത്തുരുത്തി, ഈ 3 കടത്തിന്റെ അവിടെ ഓരോ ബസ്സുകൾ വന്ന് കിടക്കുക. കിടങ്ങറ വരെ ഒരു ബസ്സേ വന്ന് അതിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് കയറി പള്ളാത്തുരുത്തി ചെന്ന് അതിൽ നിന്ന് ഇറങ്ങി പള്ളാത്തുരുത്തിയുടെ അപ്പുറം കടന്നിട്ട് വേണം ആലപ്പുഴയൊക്കെ. യാത്രയൊക്കെ വളരെ ക്ലേശമാണ്. അപ്പൊ ചിലരൊക്കെ ഈ ബസ്സിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ആലപ്പുഴയ്ക്കൊക്കെ ബോട്ടേക്ക്. പക്ഷെ അവന്റെ ഒരു ദിവസം നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നില്ല. ബസ്സിൽ പോയാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിൽ ചെന്നു, 2 മണിക്കൂർ നമ്മൾ ആലപ്പുഴയെ സ്പെൻഡ് ചെയ്ത് തിരിച്ചിവിടെ വന്നാലും നമുക്കൊരു 7 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് പോയി വരാം. ബോട്ടേ നമ്മൾ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം പോയി. മനസ്സിലായോ? ട്രെയിനിൽ പോകുന്നത് കുറവായിരിക്കും അല്ലേ? ട്രെയിന് എന്റെ ചെറുപ്രായത്തിൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇല്ല. പിന്നെ ഉണ്ടെന്ന് പറയാന് കൊല്ലം, കോട്ടയം, ബാക്കി സ്ഥലം പ്ലെയിനായിട്ട് കിടക്കുക. അതിനുശേഷം റെയിൽവേ വന്നപ്പോൾ ചെറുപ്പമാണ് ഞാൻ, ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു പോയത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഹ്റുവിനെ ഗാന്ധിയെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത്. മുമ്പ് കൊച്ചിലെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ദിരാഗാന്ധി. കേട്ടറിവുള്ളൂ, നേരിൽ കാണുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ചങ്ങനാശ്ശേരി ട്രെയിൻ ആയത്. അന്ന് ഇന്നത്തെ പോലത്തെ ട്രെയിനുകളൊന്നുമില്ല, കൽക്കരി കൊണ്ടുള്ള ചെറിയ വണ്ടികളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ട്രെയിനിൽ വെള്ള ഷർട്ടൊക്കെ മൊത്തം ഈ കുത്തു പോലെ ഈ കൽക്കരിയുടെ ഇത് പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കണ്ണിൽ പോകും. ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു യാത്രയൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഡീസൽ വണ്ടിയായി. പിന്നെ ഡീസൽ വണ്ടി പോയി കുറെ നാളും കൂടെ കഴിഞ്ഞപ്പോ ഇലക്ട്രിക് ട്രെയിൻ ഓടാൻ തുടങ്ങി. അങ്ങനെ പുരോഗമിച്ച് എന്റെ കൊച്ചിലൊക്കെ 2 കാറേ ഉള്ളൂ. 2 കാറെന്ന് വെച്ചാൽ 2 സൈസ് കാർ, അംബാസഡറും പ്രീമിയർ എന്ന് പറയുന്ന ഈ 2 കാറുള്ളൂ. പിന്നെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു കാറുണ്ട്, മനസ്സിലായി? അങ്ങനെ 2-3 കാറുകളേ ഉള്ളു. പിന്നെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് കാറുള്ളൂ. ശരി. ചങ്ങനാശ്ശേരി ചന്തോന്ന സമയത്തൊക്കെ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഫുള്ള് കാളവണ്ടി? എന്റെ ചെറുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ 2 മാർഗമുള്ളായിരുന്നു. അന്നൊക്കെ കൊച്ചിയിൽ നിന്ന് വള്ളത്തേല സാധനം വരും. ആ സാധനം കടകളിൽ എത്തിക്കണ കട്ടവണ്ടി, വലിക്കുന്ന കട്ടവണ്ടിയിൽ വേണം കടകളിൽ എത്തിക്കാൻ. പിന്നെ അന്നത്തെ കാലത്ത് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പത്തനാപുരം, പത്തനംതിട്ട, കോന്നി, റാന്നി ഇവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ സാധനം കൊണ്ടുപോകുന്ന ഈ മാർക്കറ്റിൽ കുമ്പളി, അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നത്. അപ്പൊ അന്ന് വന്നിട്ട് അത് ഈ ലോറികളൊക്കെ സുലഭമാകുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞിട്ട് ഈ പത്തനാപുരത്തു നിന്നുള്ളവരെല്ലാം കാളവണ്ടിയും കൊണ്ടാവും. പിന്നെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മലഞ്ചരക്ക് കയറ്റിക്കൊണ്ട് വരും.
രാത്രി കാളവണ്ടിക്കാരൻ ഇരുന്ന് ഉറങ്ങിയാലും കാള റൂട്ട് അറിയും. എന്നിട്ട് വണ്ടിപ്പേട്ട എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് ചങ്ങനാശ്ശേരി. അവിടെ ആ കാളവണ്ടിയെല്ലാം ഇടുന്നവിടെ കൊണ്ടാണ് വണ്ടിപ്പേട്ട എന്ന് പേര് വന്നത്. അവിടെ വന്ന് കിടക്കും. രാവിലെ കടകളൊക്കെ തുറക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇറക്കി, പിന്നെ ആൾക്കാർക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കാളവണ്ടിയെ കയറ്റി തിരിച്ച്. പിന്നെ കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ ലോറി വരാൻ തുടങ്ങി. അത് ലോറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര സുലഭവുമല്ല. ആകപ്പാടെ ചങ്ങനാശ്ശേരി 3-4 ലോറിയാണ്. അത് നമ്മളെ ഒരാവശ്യത്തിന് ലോഡ് കയറ്റാൻ വിളിക്കാൻ പോകുമ്പോൾ വേറെ ലോഡിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവൻ ആ ലോഡ് ഇറക്കിയിട്ട് വന്ന് വേണം നമ്മുടെ ലോഡ് കയറ്റി പോകാൻ. ഈ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലും ഒക്കെ കാണുന്ന പോലത്തെ ഈ സൈക്കിൾ റിക്ഷ നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നല്ലേ? സൈക്കിൾ റിക്ഷ പണ്ടല്ല, എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വലിക്കുന്ന റിക്ഷ. ഈ കൽക്കട്ടയിലൊക്കെ കാണുന്ന ആള് വലിക്കുന്ന റിക്ഷ, അതിൽ ഞാൻ കേറിയിട്ടുണ്ട് ഉമ്മാടെ കൂടെ. അത് കഴിഞ്ഞ് മറ്റേ ചവിട്ടുന്ന സൈക്കിൾ റിക്ഷ വന്നു. സൈക്കിൾ റിക്ഷ വന്നു, അതിലും നമ്മള് കേറിയിട്ടുണ്ട്. ഒരു 75-78 കാലയളവിലാണ് ചങ്ങനാശ്ശേരിയിൽ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ വരുന്നത്. അതിനു മുമ്പ് ഞാൻ കോട്ടയത്ത് പോകുമ്പോൾ ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട് ഇഞ്ചിനുള്ള. കോട്ടയത്ത് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കോട്ടയത്ത് പോകുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചത് എന്തോ, നമുക്കറിയത്തില്ല, കണ്ടിട്ടില്ല.